السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെട്ട മാർഗത്തിൽ നീങ്ങുവാൻ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത മാർഗം, ആ മാർഗത്തിലായി വിശ്വാസികൾ ഹബീബായ തങ്ങളെ കാലം മുതൽ ഇന്നേ വരെയുള്ള മുഅ്മിനീങ്ങൾ പിൻപറ്റിപ്പോന്ന മാർഗം, ഇതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ മാർഗം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാർഗം, ആ മാർഗത്തിലാണ് അൽ മുഅ്മിനൂൻ എന്ന് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ കിറാം, ആ മാർഗം പിൻപറ്റിയ താബിഈങ്ങൾ, ശേഷക്കാരായ ആളുകളൊക്കെ. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗമാണ് സ്വഹാബത്തിൻ്റെ മാർഗം. ആ മാർഗത്തിലുള്ളവരെല്ലാം അതാണ് അൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ വിശ്വാസികളുടെ മാർഗം. അതാണ് ഓരോ കാലഘട്ടത്തിലും ജീവിച്ച വലിയ വലിയ മഹത്തുക്കൾ, മശായിഖന്മാർ, ഔലിയാക്കൾ, അവരുടെയൊക്കെ മാർഗങ്ങൾ. ആ മാർഗങ്ങളെ വിട്ട് ഒരാൾ പോയാൽ നുവല്ലി മാ തവല്ല, അവൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് അവനെ നമ്മൾ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ, അവനെ പിന്നീട് നമ്മൾ നരകത്തിലേക്ക് എത്തിക്കും. അത് ചെന്നെത്തിയതിൽ വെച്ച് വളരെ മോശമായ സ്ഥലമാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ വഴി എന്ന് പറഞ്ഞാൽ, വിശ്വാസികളുടെ മാർഗം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ കിറാം ആ മാർഗം പിൻപറ്റിപ്പോന്ന് ലോകത്ത് ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളായ അൽ മുഅ്മിനൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞ് സച്ചരിതരായ മഹത്തുക്കൾ, ഔലിയാക്കൾ, മശായിഖന്മാർ അവരുടെ മാർഗമാണ്. ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരെ പറ്റിയാണ് അഹ്ലുൽ ബിദ്അ, അഹ്ലുൽ ഹവാ എന്നൊക്കെ പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എൻ്റെ സമുദായം 73 വിഭാഗങ്ങളായി വേർപിരിഞ്ഞു പോകും, അതിൽ ഒരു വിഭാഗം മാത്രമേ നജാത്തിൻ്റെ അഹ്ലുകാരായിട്ടുള്ളൂ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ. ബാക്കി 72 അത് മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഹവയുടെ മാർഗത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിച്ചു, ഹദീസുകൾ വ്യാഖ്യാനിച്ചു, പൂർവ്വസൂരികളായ മശായിഖന്മാരെയും മൗലിയാക്കളെയും ഇമാമുകളെയൊക്കെ തള്ളി ജീവിക്കുന്നവരാണ് ബിദ്അത്തുകാർ. ആ ബിദ്അത്തുകാരുടെ ആശയങ്ങളും വാദങ്ങളും പിൻപറ്റി ജീവിക്കുന്ന മുഴുവൻ ആളുകളും, ബിദ്അത്തുകാരും അവരോട് താല്പര്യമുള്ളവരും അവരുടെ സ്വഭാവമുള്ളവരുമെല്ലാം കുല്ലുഹും ഫിന്നാർ. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് എന്ന് പറഞ്ഞ രോഗം അത് വലിയൊരു രോഗമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു എഴുതിയ അൽ ഗുനിയത്തു ലിത്വാലിബി ത്വരീഖുൽ ഹഖ് എന്ന് പറഞ്ഞ കിതാബിൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വളരെ ഗൗരവത്തിൽ ലോക ജനതയ്ക്ക് ഉണർത്തി കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ബിദ്അത്തുകാരോട് ഒരു നിലക്കും ബന്ധം ഉണ്ടാകാൻ പാടില്ല. വലാ യുജാലിസഹും വലാ യഖ്റുബ മിൻഹും, അവരോട് കൂടെ ഇരിക്കരുത്, അവരോട് അടുത്ത് ഇടപഴകരുത്. വലാ യുഹന്നീഹിം ഫിൽ അയാദി വ ഔഖാത്തി സുറൂർ, പെരുന്നാൾ ദിവസം, സന്തോഷവേളകൾ, ഇതൊന്നും അവരുമായി പങ്കിടരുത്. കല്യാണവേളകളിൽ അവരെ വീട്ടിൽ പോവരുത്, അവരുമായൊരു നിലക്കു ബന്ധവും പാടില്ല. വലാ യുസല്ലി ഇദാ മാത്തു, അവർ മരിച്ചാൽ അവരെ മയ്യത്ത് നിസ്കരിക്കരുത്. വല യതറഹമ അലൈഹിം ഇദാ ദുക്കിറു, അവരെ പറയപ്പെട്ടാൽ അവർക്ക് വേണ്ടി ദുആ ഇറക്കുകയോ
അവർക്ക് വേണ്ടി പ്രത്യേകമായി പാരത്രിക മോക്ഷമോ ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയോ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയോ ഒന്നിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. മറിച്ച് അവരുമായി അകന്ന് അവരോട് ശത്രുതയിൽ നീ നിന്നാൽ നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുന ഷെയ്ഖുന ഖുത്ബുൽ അഖ്താബ് അൽ ഗൗസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫുളൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹു മശായിഖന്മാരിൽ അത്യുന്നതരാണവർ. അവരുടെ വാക്കാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നത്. മൻ അഹബ്ബ സ്വാഹിബ ബിദ്അത്തിൻ, ഒരു ബിദ്അത്തുകാരനെ ഒരാൾ ഇഷ്ടപ്പെട്ടു പോയാൽ അത് ഏത് നിലക്കായാലും ശരി, നിനക്ക് ആ ബിദ്അത്തുകാരനോട് ഏതു മേഖലയിലുള്ള ആളാവട്ടെ, അതിന് രാഷ്ട്രീയമെന്നോ രാഷ്ട്രീയമില്ലാത്തതെന്നോ അല്ലെങ്കിൽ നിൻ്റെ ജോലി സ്ഥലത്തുള്ള ആളാണെന്നോ അങ്ങനെയൊന്നുമില്ല. ബിദ്അത്തുകാരൻ നീ ഇഷ്ടപ്പെട്ടു പോയാൽ അഹ്ബത്തല്ലാഹു അമലഹു, അള്ളാഹു നിൻ്റെ അമലുകൾ മുഴുവനും പൊളിച്ചു കളയും. വ അഖ്റജ നൂറൽ ഈമാനി മിൻ ഖൽബിഹി, ആരാണോ ബിദ്അത്തുകാരൻ ഇഷ്ടപ്പെട്ടത് അവൻ്റെ ഖൽബിൽ നിന്ന് ഈമാനിനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഊരിക്കളയും. അള്ളാഹു കാക്കുമാറാവട്ടെ. വീണ്ടും ഫുളൈൽ ഇബ്നു അയാദ് തങ്ങളെ വാക്ക് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അൽ ഗുനിയയിൽ എടുത്തുദ്ധരിക്കുകയാണ്. വഇദാ റഅയ്ത മുബ്തദിഅൻ ഫീ ത്വരീഖിൻ ഫഖുദ് ത്വരീഖൻ ആഖറ, നീ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു വഴിയിലൂടെ ഒരു മുബ്തദി വരുന്നത് നീ കണ്ടാൽ അവൻ വരുന്ന വഴിയായതുകൊണ്ട് നീ മറ്റൊരു വഴി സ്വീകരിച്ചു നടന്നോ എന്ന് സയ്യിദുന അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ തബിഅ ജനാസത മുബ്തദിഇൻ, ഒരു ബിദ്അത്തുകാരൻ്റെ ജനാസയുടെ കൂടെ ഒരാൾ പോയാൽ, അവൻ്റെ ജനാസ സന്ദർശിച്ചാലും ശരി ആ ജനാസൻ്റെ കൂടെ പോയാലും ശരി, ബിദ്അത്തുകാരൻ്റെ ജനാസയെ പിന്തുടർന്നാൽ ലം യസൽ ഫീ സഖത്തില്ലാഹി തആല ഹത്താ യർജിഅ, നീ മടങ്ങുന്നതുവരെ അള്ളാഹുവിൻ്റെ കോപത്തിലാണ് നീ. അള്ളാഹുവിൻ്റെ കോപത്തിന് പോലും പാത്രീഭൂതരാകുന്ന അവസ്ഥയിലേക്കാണ് ഒരു ബിദ്അത്തുകാരൻ്റെ ജനാസ കാണാൻ പോയാൽ, ആ ബിദ്അത്തുകാരൻ്റെ ജനാസിൻ്റെ കൂടെ പോയാൽ എന്നാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരു മദ്ഹബിൻ്റെ ഇമാമായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകം ലോക ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വീണ്ടും തുടരുന്നു, വഖദ് ലഅന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബ്തദിഅ, ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുബ്തദിഇനെ ശപിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശാപമേറ്റവരാണ് മുബ്തദീങ്ങൾ. മുജാഹിദ് എന്നും ജമാഅത്തെ ഇസ്ലാമി എന്നും തബ്ലീഗ് ജമാഅത്ത് എന്നും അങ്ങനത്തെ തത്തുല്യ പേരുകളിലുള്ള മുഴുവൻ ആളുകളും ബിദ്അത്തിൻ്റെ ആളുകളാണ്. ആ സ്വഭാവമുള്ള ആളുകൾ, പേര് മുജാഹിദായാലും ജമാഅത്തായാലും തബ്ലീഗ് ജമാഅത്തായാലും പേര് ഉണ്ടായാലും ഇല്ലെങ്കിലും തത്തുല്യ സ്വഭാവമുള്ളവരെല്ലാം ഈ ഗണത്തിൽപ്പെടും. മാഷാ അല്ലാഹ്, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച, ലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ സ്വഭാവത്തിൽ അതേപടി ജീവിച്ചവരായിരുന്നു സയ്യിദുന ഷെയ്ഖുൽ മശായിഖ് ഖുത്ബുൽ ആലം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം അവിടുത്തെ സ്വഭാവം ഇതായിരുന്നു. ഒരിക്കൽ മടവൂർക്കാർക്കൊക്കെ അറിയുന്നൊരു സംഭവമാണ്. മടവൂർ ഷെയ്ഖുന മടവൂരിലെ ജുമുഅത്ത് പള്ളിയിൽ ഇമാമായിരുന്നു, മുദരിസായിരുന്നു, ഖാദിയായിരുന്നു. പള്ളിത്താഴം എന്നാണ് ആ സ്ഥലത്തിന് പേര് പറയുക. മടവൂരിൽ തന്നെ മഷ്ഹൂറായൊരു സംഭവമുണ്ട്. ഒരു നിക്കാഹിൻ്റെ പ്രശ്നം, ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് അതൊരു ബിദ്അത്തുകാരുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഷെയ്ഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ ഞാൻ വിവാഹം ചെയ്തു തരികയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പേരിൽ പലരും ഭയപ്പെട്ടു. കാരണം വലിയ പണക്കാരും വലിയ ജന്മിമാരുടെയും കുടുംബമാണവർ. അവർക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതിന് ചില ആളുകളൊക്കെ പറഞ്ഞു മടവൂർ ഷെയ്ഖുനെ സംബന്ധിച്ച് അവരെ തല ഞാൻ എടുക്കുന്നൊക്കെ. അന്ന് ആ പള്ളിയിൽ പോയ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു, അന്ന് മടവൂർ ഷെയ്ഖുന പള്ളിയുടെ വാതിലൊക്കെ തുറന്നിങ്ങനെ ഇട്ടിട്ട് ആ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കേനും രാത്രി അങ്ങനെ തന്നെ. അപ്പോൾ ചോദിച്ചു, അങ്ങെന്താ അവിടെ കിടക്കുന്നത്?
അപ്പോൾ എൻ്റെ തലയെടുക്കുന്ന ആരോ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എൻ്റെ തലയെടുക്കാൻ പ്രയാസമാവണ്ട എന്ന് കരുതി കിടക്കുകയാണ്. അത്രയ്ക്കും ധൈര്യശാലിയായിരുന്നു സയ്യിദന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. പക്ഷെ ഒരാളും അനങ്ങിയില്ല. ഒരാൾക്കും ആ തിരുഹദറത്തിൽ ചെന്ന് ചോദിക്കാൻ പോലും തോന്നിയില്ല. കാരണം പറഞ്ഞതാരാണ്? കേവലം ഒരു മുസ്ലിയാർ പറഞ്ഞതല്ല, കേവലം ഒരു ഖാദി പറഞ്ഞതല്ല, മറിച്ച് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ലോകരാജാവായ ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ വാക്കാണ്. ഇന്നും മടവൂരിൽ അത് മഷ്ഹൂറാണ്. ബിദ്അത്തുകാരെ നഖശിഖാന്തം ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ എതിർത്തിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബിദ്അത്തുകാരെയും അവരെ സ്വഭാവക്കാരെയും മാത്രമാണ് ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ പരസ്യമായി എതിർത്തതും വിമർശിച്ചതും ബന്ധം വിച്ഛേദിക്കുവാൻ വേണ്ടി പറഞ്ഞതും. പാറന്നൂർ മുഹൈദ്ദീൻ കുട്ടി മുസ്ലിയാർ പറയുന്നത് ഒരിക്കൽ ഞാൻ കേട്ടു. ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ ഒരു വീട്ടിൽ ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ പോയപ്പോൾ ആ വീട്ടുകാർ ശൈഖുനാക്ക് ഭക്ഷണം കൊടുത്തു. അതിൽ മാംസമുണ്ട്. പക്ഷേ ശൈഖുന മടവൂർ തങ്ങൾ പറഞ്ഞു, ഈ മാംസം ഉള്ള മൃഗത്തെ അറുത്തത് ഒരു കാഫിറാണ് എന്ന്. പാറന്നൂർ മുഹൈദ്ദീൻ കുട്ടി മുസ്ലിയാർ പറയാണ്, വീട്ടുകാരിത് കേട്ടപ്പോൾ ബേജാറായിപ്പോയി അത്രേ. കാരണം പള്ളിയിലെ മുഅദ്ദിനാണത്രേ ഈ മൃഗത്തെ അറുക്കാറുള്ളത്. മുഅദ്ദിൻ എന്ന് പറഞ്ഞവർ അവരുടെ കാഴ്ചയിൽ നല്ലൊരു മനുഷ്യനാണ്. അവരെ പറ്റിയാണോ മടവൂർ ശൈഖുന ഇത് പറഞ്ഞത്? പക്ഷേ പറഞ്ഞത് ശൈഖുനയാണ്, ഖുതുബുൽ ആലമാണ്, ശൈഖുൽ മശായിഖാണ്. അതുണ്ട് എന്ന് ഉറപ്പാണ്. അവർ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇറച്ചി കച്ചവടക്കാരൻ പറഞ്ഞു അത്രേ, സാധാരണ പള്ളിയിലെ മുഅദ്ദിനാണ് സുബൈക്ക് ശേഷം വന്നിട്ട്, അല്ലെങ്കിൽ സുബൈക്ക് മുമ്പേ വന്നിട്ട് ഈ മൃഗത്തെ അറുക്കാറുള്ളത്. അന്ന് മുഅദ്ദിനെ കിട്ടാത്തത് കൊണ്ട് വഹാബി മൗലവിയാണ് ഞാൻ വിളിച്ചത്. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. മടവൂർ ശൈഖുനെ കല്യാണത്തിന് വിളിച്ച ആളോട് ബിദ്അത്തുകാരൻ വരുമെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞ സംഭവം അവിടുത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഒരിക്കൽ കോഴിക്കോട് ജില്ലയിലെ ഒരു വീട്ടിൽ മടവൂർ ശൈഖുന പോയി. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ വഹാബിയും ആ വീട്ടിലെ കൊലായിൽ വന്ന് കയറി അവിടുത്തെ കസേലയിരുന്നു. മാഷാ അല്ലാഹ്, ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നോട് വീട്ടുകാരൻ തന്നെ നേരിട്ട് പറഞ്ഞ സംഭവമാണിത്. വേറെ ഏതോ വീട്ടിൽ പോയി. ഉടനെ തന്നെ വീട്ടുകാരൻ മടവൂർ ശൈഖുനെയും അന്വേഷിച്ചിറങ്ങി. അപ്പോൾ ആ നാട്ടിലെ മറ്റൊരു വീട്ടിൽ മടവൂർ ശൈഖുന ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഖുതുബുൽ ആലം തങ്ങൾ ഈ വീട്ടുകാരനോട് ചോദിക്കുകയാണ്, ആ നസ്രാണി പോയോ? മാഷാ അല്ലാഹ്, ഹിദായത്തിൻ്റെ വെളിച്ചം മനുഷ്യഹൃദയങ്ങളിലേക്ക് ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ശൈഖുൽ മശായിഖ് തങ്ങളുമായി ബന്ധമുള്ള എത്ര വലിയ പണക്കാരനാവട്ടെ, ഭൗതിക മേഖലയിൽ എത്ര ഉയർന്ന നിലവാരത്തിലുള്ളവനാവട്ടെ, മതപരമായ മേഖലയിൽ എന്നല്ല ജീവിതത്തിൻ്റെ ഏത് തട്ടിലാണെങ്കിലും ഖുതുബുൽ ആലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കറിയാം ബിദ്അത്തുകാരെ അവിടുന്ന് അതികണിശമായി എതിർത്തിട്ടുണ്ട് എന്ന്. ബിദ്അത്തുകാരെയും ആ സ്വഭാവമുള്ള ആളുകളെയും അവിടുന്ന് ശക്തമായി എതിർത്തിട്ടുണ്ട്. ഇത് മടവൂർ ശൈഖുനയുടെ ആളുകൾ, അവിടുത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിലും ഈ സ്വഭാവം കാണുവാൻ സാധിക്കും. അതാണ് ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ വിശ്വാസികൾക്ക്, കാലഘട്ടക്കാർക്ക് ശരിയായ വഴി, ശരിയായ മാർഗം കാണിച്ചു കൊടുത്തു. ആ ജഗത് ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദറത്തുള്ളാഹി, അള്ളാഹുവിൻ്റെ ഹദറത്താണ്. എല്ലാ അമ്പിയാക്കളുടെയും ഹദറത്തുകൾ അള്ളാഹുവിൻ്റെ ഹദറത്താണ്. അവർ ലോകത്തോട് പറയുന്നത് അള്ളാഹു അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഓരോ കാലഘട്ടത്തിലെയും നബി, മുർസൽ, റസൂലൊക്കെ ലോകത്തോട് പറയുന്നത് അക്കാലഘട്ടത്തിലെ ജനങ്ങളോട് അള്ളാഹുവിന് എന്താണോ സംസാരിക്കാനുള്ളത് അതാണ്. അതുതന്നെയാണ് മശായിഖന്മാരും ഔലിയാക്കളും ലോകത്തോട് പറയുന്നത്. അതുകൊണ്ട് അവരോട് അദബ് പാലിക്കുമ്പോൾ അത് ഏറ്റവും വലിയ അദബിലായിരിക്കണം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി വസല്ലം.